വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് സഹായിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ, ജീവിപ്പാൻ, ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീന നടിയനെ തിരുസനെ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. വചനത്തെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കി കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ദ ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 1 വേഴ്സ് 15. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെയും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധം ഉള്ള ഓരോ വ്യക്തിയും ദൈവവുമായിട്ടുള്ള സംഭാഷണമായി, കമ്മ്യൂണിക്കേഷനായി പ്രാർത്ഥനയെ കാണുവാൻ തൊക്കണം കഴിയും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരാകാം നാം ഓരോരുത്തരും. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ നാം പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ചില വിഷയങ്ങൾ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ നമ്മുടെ സാധാരണ പ്രാർത്ഥന കൊണ്ട് സാധ്യമാകുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം മറ്റ് പലരോടും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടും. നാം പ്രാർത്ഥിക്കും. ഒരുപക്ഷെ നേർച്ചകളോ പെരുന്നാളുകളോ അങ്ങനെയൊക്കെ നാം ചെയ്ത് ആ വിഷയത്തിന് മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക സാധാരണമാണ്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നാം എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് ഒരു മാതൃക ഈ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയും. 2-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുവൾക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേരായിരുന്നു. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. ഒരു യഹൂദനായ എൽക്കാനയുടെ 2 ഭാര്യമാർ, ഒരുവൾക്ക് മക്കളുണ്ട്, മറ്റവൾക്ക് മക്കളില്ല. അപ്പോൾ വീണ്ടും നാം വായിക്കുകയാണ് 3-ാം വാക്യത്തിൽ, അവൻ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവന് യാഗം അർപ്പിക്കുവാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകുക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരും യഹോവയുടെ പുരോഹിതന്മാരുമായിരുന്ന ഹൊഫ്നിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം അർപ്പിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനീനായ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അവൻ ഹന്നായെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. പെനീന, ഇവിടെ നാം വായിക്കുകയാണ്, അവൻ ഹന്നായെ അധികമായി സ്നേഹിച്ചിരുന്നു. 2 ഭാര്യമാരിൽ അധികമായി ഹന്നായെ അവൻ സ്നേഹിച്ചിരുന്നു എന്ന് നാം കാണുകയാണ്. കാരണം പെനീനായ്ക്ക് മക്കളുണ്ട്, ആൺമക്കളും പെൺമക്കളുമുണ്ട്. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ല. അപ്പോൾ ഈ യാഗം കഴിഞ്ഞ് എൽക്കാന പെനീനായ്ക്കും അവരുടെ മക്കൾക്കൊക്കെയും ഓഹരി കൊടുക്കും. എന്നാൽ അവൻ അധികം സ്നേഹിച്ചിരുന്നതുകൊണ്ട് ഹന്നായ്ക്ക് ഇരട്ടി ഓഹരി കൊടുക്കും.
അവൾ ഗർഭധാരണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അതിന് കാരണവും നാം അവിടെ വായിക്കുകയാണ്. എന്താണ്? എന്നാൽ യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. തുടർന്ന് നാം വായിക്കുകയാണ്, യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ വളരെ അവളെ പ്രകോപിപ്പിച്ചിരുന്നു. അവൾ മക്കളില്ലാത്ത ഹന്നായെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന പ്രതിയോഗിയായിട്ട് നമുക്കിവിടെ പെനീനയെ കാണുവാൻ തക്കവണ്ണം കഴിയും. കാരണം അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ കാലയളവിൽ മക്കളില്ലാത്തത് ദൈവകോപമാണ്, ശാപമാണ് എന്നൊക്കെയും വിശ്വസിച്ചിരുന്നൊരു കാലമായിരുന്നതുകൊണ്ട് അവൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവളെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു ശത്രുവിനെ പോലെ പെനീന ഹന്നായോട് ഇടപെട്ടിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. അത് അവളുടെ കുറ്റമല്ല. പിന്നെയോ നാം അവിടെ വായിച്ചു, യഹോവ അവളുടെ ഗർഭാശയം അടച്ചിരുന്നതിനാൽ. അപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം ദൈവമാണ് അവളുടെ ഗർഭാശയം അടച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതൊരു വലിയ പ്രയാസം അവൾക്ക് ഉണ്ടാകുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ നാം കാണുന്നു, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ പ്രകോപിപ്പിച്ചിരുന്നുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അപ്പോൾ എൽക്കാനയ്ക്ക് ശീലോമിൽ പോകുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വലിയ സന്തോഷമാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയെ നമസ്കരിക്കുവാനും യാഗമർപ്പിക്കുവാനുമാണ് ആണ്ടുതോറും ഇപ്രകാരം ശീലോഹിലേക്ക് പോകുന്നത്. എൽക്കാനയ്ക്ക് അത് വലിയ സന്തോഷമാണ്. എന്നാൽ ഈ യാത്ര, ഈ ശീലോഹിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്ന യാത്ര ഹന്നയെ സംബന്ധിച്ചുള്ള ഒരു പേടി സ്വപ്നമാണ്. ആണ്ടുതോറും വർഷങ്ങളായി ഇതവൾ നേരിടുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവളെ നിന്ദിക്കുന്ന അവളുടെ സഹോദരി എന്ന് വേണമെങ്കിൽ പറയാം, എൽക്കാനയുടെ മറ്റ് ഭാര്യ, അവളെ അധികം പ്രകോപിപ്പിച്ചതുകൊണ്ട് വളരെ ഭാരത്തോടുകൂടി അവൾ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് നാം വായിക്കുന്നു 8-ാമത്തെ തിരുവചനത്തിൽ, അവളുടെ ഭർത്താവ് എൽക്കാന അവളോട്, ഹന്നായെ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തിന്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവൻ അല്ലയോ എന്ന് പറഞ്ഞു. എൽക്കാനയ്ക്ക് അവളോട് സ്നേഹമാണ്. അവളോട് പറയുകയാണ്, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്, വിഷമിക്കുന്നത്? നീ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്, കരയുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാനെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെ എൽക്കാന ശ്രമിക്കുകയാണ്. അപ്പോൾ മക്കളില്ലാത്ത ദുഃഖം തീർച്ചയായിട്ടും ഹന്നായെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അതിലുപരിയായി ഈ പരിഹാസമേറിയ ഇടപെടലുകൾ, നിന്നയോടുകൂടിയുള്ള പെനീനയുടെ ഇടപെടലുകൾ ഹന്നായെ ഏറെയധികം ദുഃഖപ്പെടുത്തിയിരുന്നു. ഒരു കാരണവശാലും ആർക്കും അവളെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം ഭർത്താവിന് പോലും ഒരുപക്ഷെ ആ ഭാരത്തിൻ്റെ അഗാധത, ആ വേദനയുടെ അല്ലെ ആ ദുഃഖത്തിൻ്റെ അഗാധത മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഭർത്താവ് എൽക്കാന പറയുകയാണ്, ഞാൻ 10 പുത്രന്മാർ, നിനക്ക് 10 പുത്രന്മാരുണ്ടെങ്കിൽ പോലും ഇല്ലാത്ത സന്തോഷം എന്നിലൂടെ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ മക്കളില്ലാത്ത ഭാരം ഹന്നായ്ക്ക് എത്ര വലുതായിരുന്നു. എൽക്കാനയെ സംബന്ധിച്ചിടത്തോളം അവന് പെനീനയിലൂടെ മക്കളുണ്ട്, ആ ദുഃഖമില്ല. അപ്പോൾ ഒരുപക്ഷെ ആ ഭർത്താവിന് പോലും ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിൽ ഹന്നായുടെ ദുഃഖം വളരെ വലുതായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റാർക്കും മനസ്സിലാക്കുവാൻ നമ്മുടെ ഭാരത്തിൻ്റെ അഗാധത, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ദുഃഖം എത്രയധികമെന്ന് മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നാം ആരോട് പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ആ ഒരു നാം നേരിടുന്ന ഭാരം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്രകാരമുള്ള സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് അവയെ നേരിടേണ്ടത് എന്ന് ഹന്നായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന് പോലും അവളായിരിക്കുന്ന അവസ്ഥയെ ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹന്ന എന്താണ് ചെയ്യുന്നത്? കാരണം
അവളുടെ ഗർഭാശയം അടച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവം അടച്ചാൽ അത് മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. ലോകത്തിലെ മരുന്നായിരുന്നാലും മറ്റേത് വ്യക്തികളായിരുന്നാലും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ പോലും ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് അതിനെ മറികടക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയില്ല. എന്നാൽ ഇവിടെ ഹന്നായുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ എത്തി, അവൾ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയണം. പല വിഷയങ്ങൾക്ക് വേണ്ടി നാം മാസങ്ങളും വർഷങ്ങളും പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു വിരസത, അല്ലെങ്കിൽ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഇത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് ആശ്വസിപ്പിച്ച് പ്രാർത്ഥന നിർത്തുന്ന അനേകരും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഹന്നായുടെ പ്രാർത്ഥന നമുക്കൊരു മാതൃകയായി തീരണമെന്ന് ഈ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നാം താഴോട്ട് വരികയാണ്. 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുത്രനെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവളുടെ ഭാരമൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവളെ സമർപ്പിക്കുകയാണ്. അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണമെങ്കിൽ ആ വിഷയം നമ്മെ അതുപോലെ ഭാരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കരയുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, സാധാരണമായി പ്രാർത്ഥിക്കാം. എന്നാൽ ഭാരത്തോടുകൂടി, ഹൃദയഭാരത്തോടുകൂടി, വേദനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണെന്ന് ഹന്നായുടെ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു നേർച്ച കൂടി അവൾ ചെയ്യുകയാണ്. എന്താണ്? നീ ദൈവം സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുത്രനെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. ദൈവത്തിന് വേണ്ടി എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ സമർപ്പിക്കും എന്നുള്ള ഒരു നേർച്ച അവൾ നേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ നേർച്ച എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസത്തേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിൽ നൽകാമെന്നോ എന്നല്ല, പിന്നെ ജീവപര്യന്തം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട മകനായി അവനെ ഞാൻ സമർപ്പിക്കുമെന്നുള്ളൊരു നേർച്ചയാണ് അവൾ നേരുന്നത്. എന്നിട്ട് നാം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ അധരങ്ങൾ ശ്രദ്ധിച്ചു. ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചതിനാൽ അവളുടെ അധരങ്ങൾ ചലിക്കുന്നതല്ലാതെ ശബ്ദം കേൾക്കുവാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും? നീ വീഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏലി പുരോഹിതൻ നോക്കുമ്പോൾ ദേവാലയത്തിൽ വന്നൊരു സ്ത്രീ കരയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദമൊന്നും വെളി വരുന്നില്ല. അവളുടെ ചുണ്ടുകൾ മാത്രം, അധരങ്ങൾ മാത്രം അനങ്ങുന്നുണ്ട്. ഹൃദയഭാരത്തോടുകൂടി അവൾ പ്രാർത്ഥിക്കുമ്പോൾ, വേദനയോടുകൂടി അവൾ പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ശബ്ദം പുറത്തു വരുന്നില്ല. എന്താണ് അവൾ പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റാർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അവളുടെ പ്രാർത്ഥന അവളും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം, അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭാഷണമാണ്. വെളിയിൽ ആർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കിതിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഏലി പുരോഹിതൻ ചിന്തിച്ചു, ഇവളുടെ അധരങ്ങൾ ചലിക്കുന്നുണ്ട്, ശബ്ദമൊന്നും വരുന്നില്ല, ഇവൾ മദ്യപിച്ചിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും? നീ വീഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഹന്ന പറയുന്നത്. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അവൾ പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള, അവളുടെ ഭാരം എന്താണ്, വിഷമം എന്താണ് എന്നൊന്നും ഈ പുരോഹിതനോട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ ഇന്ന് ആ ദേവാലയത്തിൽ ഇപ്രകാരം ആയിരിക്കുന്നതെന്ന് അവൾ പറയുന്നില്ല. പക്ഷെ അവൾ പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഈ പ്രാർത്ഥനയിലുള്ള ഒരു വലിയ
കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം എന്താണ് വായിച്ചത്? എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എത്രയേ ചെയ്തത്. പകരുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന പകരുന്ന സാഹചര്യം. ഏത് പാത്രത്തിൽ നിന്ന് ഒഴിക്കുന്നു ആ പാത്രത്തിൽ നിന്ന് അത് മുഴുവനായിട്ടും മറ്റേ പാത്രത്തിലേക്ക് പോവുകയാണ്. ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഈ ഒഴിക്കുന്ന പാത്രത്തിൽ ഒന്നും അവശേഷിക്കുകയില്ല. അപ്പോൾ അവളുടെ പ്രാർത്ഥന എന്താണ്? അവളുടെ സങ്കടങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൾ ഇറക്കി വയ്ക്കുകയാണ്. അവൾ ദൈവത്തിലേക്ക് അവളുടെ സങ്കടങ്ങൾ പകരുകയാണ്. ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. നമുക്കെയും പ്രാർത്ഥിക്കാറുണ്ട്, ഭാരത്തോടെ വിഷമത്തോടെയൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവം ആ വിഷയം ഏറ്റെടുക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് എത്ര വലിയ വിഷയമായിരുന്നാലും, വർഷങ്ങൾക്ക് പഴക്കമുള്ള വിഷയമായിരുന്നാലും ആ വിഷയം ദൈവം കേൾക്കും, നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഹൃദയം പകരുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ് ഹന്നായിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് തെളിവ് നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അടുത്ത വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്, അടിയൻ്റെ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു അടിയൻ സംസാരിച്ചത്. അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള നിൻ്റെ അപേക്ഷ അവൻ നിനക്ക് നിവർത്തിച്ച് തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഏലി പുരോഹിതൻ എന്താണ് വിഷയമെന്ന് അദ്ദേഹത്തോട് പറയുന്നില്ല, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവളുടെ പ്രാർത്ഥന, അതിന് മറുപടി ദൈവം നൽകും, നീ സമാധാനത്തോടെ പോകുക എന്ന് അവളോട് പറയുകയാണ്. അടുത്ത വചനത്തിലേക്ക് നാം വരുമ്പോൾ, അടിയന് തൃക്കണ്ണിൽ നിന്ന് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. ആ ദേവാലയത്തിൽ നിന്നിറങ്ങി അവൾ ഭവനത്തിലേക്ക് മടങ്ങിയാണ്. പക്ഷേ തുടർന്നുള്ള തിരുവചനത്തിൽ നാം വായിക്കണം, അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പോൾ ഇവൾ മടങ്ങിപ്പോകുമ്പോഴും ഇവളോടൊപ്പം ഒരുപക്ഷെ പെനീനായും ഉണ്ടാകാം. പക്ഷേ ഇനി അതൊന്നും ഒരു വിഷയമല്ല അവളുടെ ജീവിതത്തിൽ. കാരണം അവളുടെ സങ്കടങ്ങൾ, അവളുടെ വിഷമങ്ങൾ, അവളുടെ ഭാരങ്ങൾ ഒക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൾ ഇറക്കി വയ്ക്കുകയാണ്. അവൾ പകരുകയാണ്. പകർന്ന ശേഷം നാം വായിക്കുകയാണ്, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് പറയുമ്പോൾ അവളുടെ സങ്കടങ്ങൾ മുഴുവനായും അതോടെ മാറുകയാണ്. അവളുടെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനം അവിടെ ഉണ്ടാകുകയാണ്. ആ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മുഖം വാടാതിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ മാറ്റം അവളിൽ ഉണ്ടാകണമെങ്കിൽ അവളുടെ സങ്കടങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൾ ഇറക്കി വെച്ചു. അവളുടെ ഹൃദയം ദൈവത്തിലേക്ക് അവൾ പകർന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അതിൻ്റെ ആഴം അനുസരിച്ച് പ്രാർത്ഥനയിൽ നാം വളരണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് പോലെ ആകരുത്. വലിയ കാര്യങ്ങൾ, ഉത്തരം കിട്ടാതെ വർഷങ്ങളും കാലങ്ങളും കഴിഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് ഹന്നായുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം അവളുടെ ഗർഭാശയം അടച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ ഹൃദയം പകർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതായിട്ടും തുടർന്നുള്ള അധ്യായത്തിൽ നാം കാണുകയാണ്. നാം 19-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, അനന്തരം അവർ അതിരാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ ആരാധിച്ചതിന് ശേഷം രാമായിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നായുമായി സംഗമിച്ചു. യഹോവ അവളെ ഓർത്തു. അവൾ മടങ്ങിപ്പോവുകയാണ്. ഭർത്താവുമായിട്ട് അവൾ സംഗമിച്ചു. നാം തുറന്ന് വായിക്കുകയാണ്, യഹോവ അവളെ ഓർത്തു. ദൈവം അവളെ ഓർത്തു എന്ന് പറയുമ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവൾ പകർന്നത്, അവളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നത് ദൈവം ഓർക്കുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, യഥാസമയം ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. യഹോവയുടെ, അവൾ മറന്നില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ അവളുടെ സങ്കടങ്ങൾ സമർപ്പിച്ചതും അവൾ നേർന്നതും അവൾ മറന്നില്ല. ദൈവം ആ അനുഗ്രഹങ്ങളുടെ ജീവിതത്തിൽ നൽകുമ്പോൾ അവൾ ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. അപ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയുള്ള വ്യത്യാസം എന്താണ്?
അവൾ ദൈവത്തോട് അപേക്ഷിച്ച് അനുഗ്രഹം വാങ്ങുന്ന പ്രാർത്ഥനയായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾ ന്യായമായിട്ടുള്ളതാകണം. ന്യായമായിട്ടുള്ള വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ വരുമ്പോൾ അത് ദൈവഹിതമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫെയ്റ്റാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല, പിന്നെ ഹന്നായെപ്പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്ന് ദൈവത്തിൽ നിന്ന് ആ വിഷയത്തിന് മറുപടി വാങ്ങുവാൻ നമുക്ക് കഴിയുമെന്ന് ഹന്നായുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവളത് മറന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും മറക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും. ദൈവമാണ് ഈ അനുഗ്രഹം നൽകിയതെന്നും പ്രാർത്ഥിച്ചതിന് ഫലമായി ദൈവം നൽകിയ ദാനമാണെന്നും പലപ്പോഴും നാം ചിന്തിക്കുകയില്ല. എന്നാൽ ഹന്ന അങ്ങനെയല്ല. പിന്നെ അവൾ അതോർത്ത് ദൈവത്തോട് വാങ്ങി, യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞവന് ശമൂവേൽ എന്ന് പേരിട്ട്, അവൻ്റെ പേര് പോലും ആ അർത്ഥത്തിലുള്ള പേര് ഇടുകയാണ്. എന്നിട്ട് അവൾ എടുത്ത തീരുമാനമനുസരിച്ച് അവൾ 22 മുതലുള്ള തിരുവനന്തപുരത്ത് വായിക്കണം. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, അതിനുശേഷം അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടത് ഞാൻ അവനെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവ് എൽക്കാന അവളോട് നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവൻ്റെ മുലകുടി മാറുന്നവരെ താമസിക്കുക, യഹോവ തൻ്റെ വചനം നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ പാർത്തു മുലകുടി മാറുന്നവരെ മകനെ ശുശ്രൂഷിച്ച് വളർത്തി. അവൻ്റെ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്ത് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനെ, നീ സത്യമായി യഹോവയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിതനായിരിക്കും. അവർ അവിടെ യഹോവയെ ആരാധിച്ചു. ഹന്ന എടുത്ത ആ നേർച്ച അവൾ പൂർത്തീകരിക്കുകയാണ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ അവളെടുത്ത നേർച്ചയെ മറക്കുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലെടുത്ത നേർച്ച അവൾ നിവർത്തിച്ച് ആ ബാലനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു ബാലൻ ആ ഏലി പുരോഹിതൻ്റെ സമീപത്തേക്ക് അവൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഈ ബാലനാണ്, നമുക്കറിയാം, അവൻ വളർന്ന് ഒരു പ്രവാചകനായി എന്ന് പറയുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറെ പ്രാഗൽഭ്യമുള്ള പ്രവാചകനായിരുന്നു. അപ്പോൾ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഇത്രയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാകുവാനുള്ളൊരു കാരണം അവൻ്റെ അമ്മയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൾ എടുത്ത നേർച്ചയും പ്രാർത്ഥനയും ആ നേർച്ച നിവർത്തിച്ചതും ആ മകനെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചതും അതുവഴി അവനൊരു പ്രവാചക ശ്രേഷ്ഠനായിത്തീരുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. പിന്നീടുള്ള കാലങ്ങളിൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ രാജാക്കന്മാരായി ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്തത് ഈ ശമൂവേൽ പ്രവാചകനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവനായി തീരുവാൻ തക്കവണ്ണം ചെറുപ്പത്തിൽ അല്ല, അവൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ഒരു മാതാവിൻ്റെ സമർപ്പണവും പ്രാർത്ഥനയും എൻ്റെ പിന്നിലുണ്ട് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുഖത്ത് നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നമുക്ക് ഇപ്രകാരം ഹന്നായെപ്പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയിൽ വിരസത ഉണ്ടാകാറുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? എന്നാൽ ഹന്ന അങ്ങനെയല്ല. ദൈവം അവളുടെ ഗർഭാശയം അടച്ചിരുന്നു. എന്നിട്ട് പോലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങുന്ന ഹന്നായുടെ പ്രാർത്ഥന, അവളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുന്ന ഒരു സാഹചര്യം, അവൾ ഭാരത്തോടെ വേദനയോടെ അവളെ അലട്ടിക്കൊണ്ടിരുന്ന വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധി, മറ്റാർക്കും അവളുടെ ഭാരം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു ഭാരം മാത്രമല്ല, പിന്നെയോ പെനീനായുടെ നിരന്തരമായിട്ടുള്ള അസഹ്യപ്പെടുത്തുന്ന കുത്തുവാക്കുകളും നിന്നവാക്കുകളും ഹന്ന ഏറെയധികം വേദനിപ്പിച്ചിരുന്നു. ഭർത്താവിന് പോലും അവളെ
മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവളെ അറിയുന്ന, അവളുടെ ഹൃദയവിചാരങ്ങൾ പോലും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ കടന്നു വന്ന് അവൾ പ്രാർത്ഥിച്ച് അവളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയാണ്. അത് പകർന്നതിൻ്റെ ഫലമായി ദൈവം അവളെ ഓർത്തു, ദൈവം അവളെ അനുഗ്രഹിച്ചു, ദൈവം അവൾക്ക് മകനെ നൽകുകയാണ്. അവളെടുത്ത ആ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നുകൊണ്ട് ആ മകൻ വലുതാകുമ്പോഴേക്കും അല്ലെങ്കിൽ മുലകുടി മാറുമ്പോഴേക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ സമർപ്പിച്ച് അവനെ ഒരു ദൈവവൈതലായി വളർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള ഒരു പ്രവാചക ശ്രേഷ്ഠനായി തീരുവാൻ തക്കവണ്ണം ഹന്നായുടെ പ്രാർത്ഥനയും ജീവിതവും സമർപ്പണവും മുഖാന്തരമായി തീരുന്നു എന്ന് നമുക്ക് കാണുകയാണ്. അപ്പോൾ ഇവിടെ ഈ തിരുവചനത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഹന്നായെ ഓർക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഹന്നായാണ് ശമൂവേൽ പ്രവാചകൻ്റെ ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എത്രയോ വലിയ ഭാഗ്യമാണ് മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷേ അതിന് കൊടുക്കേണ്ട വിലയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള നിരന്തരമായ പ്രാർത്ഥനയും വളരെ അധികം ഉണ്ടാകണമെന്ന് ഹന്നായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നാം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളാകുന്ന നമുക്ക് എത്രത്തോളം ഭാരത്തോടുകൂടി ഹന്നായെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയും. അത് പല വിഷയങ്ങളാകാം. വഴിതെറ്റിപ്പോകുന്ന മക്കളാകാം, മക്കളുടേതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളാകാം, മക്കളില്ലാത്ത സാഹചര്യങ്ങളാകാം. ഇവിടെയൊക്കെയും ദൈവമാണ് കുഞ്ഞുങ്ങളെ നൽകുന്നത്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഹന്നായെ പോലെ കഴിയുമെങ്കിൽ, ഹന്നായെ പോലെ നേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുമെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാകട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.